how's it going? I'm Bismaya. Welcome to Salt Mango Pickle. അപ്പോൾ 2021 ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റോടെ ഒരു പരിപ്പുവട ഉണ്ടാക്കിയാലോ? അങ്ങനെ അടിപൊളി ഒരു പരിപ്പുവടയുടെ റെസിപ്പി ആയിട്ട് കുഞ്ഞുമ്മ വന്നിരിക്കുകയാണ്. നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹായ്, ഞാൻ സന്ധ്യ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു പരിപ്പ് വടയാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കടലപ്പരിപ്പ് 200 ഗ്രാം, സവാള 1, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. ഞാൻ കടലപ്പരിപ്പ് ഒരു 2.5 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇപ്പോൾ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തോമരപ്പരിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പുണ്ട് പരിപ്പ് വട ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇത് വാരി വെള്ളം വാലാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വയ്ക്കാം. ഇപ്പം നല്ലതുപോലെ വെള്ളം എല്ലാം വാർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പിടി പരിപ്പൊന്ന് മാറ്റി വയ്ക്കണം. ഇതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. പരിപ്പ് നല്ലതുപോലെ അങ്ങ് അരഞ്ഞു പോകേണ്ടത് ഈ ഒരു പരുവം നമുക്ക് അരച്ചെടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഞാൻ എളുപ്പത്തിന് വേണ്ടി ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പിടി പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പ് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പരിപ്പോടെ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്തൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ച് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, അന്നേരം തന്നെ നമുക്ക് ഇത് പരിപ്പോടെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കാം. കടായി നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പരിപ്പ് വട വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് പരിപ്പ് വട ഉണ്ടാക്കാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു നാരങ്ങ വലിപ്പത്തിൽ ഇങ്ങനെ ഒരു ഉരുളയാക്കി എടുത്തിട്ട് കൈയുടെ വെള്ളയിലോട്ട് വെച്ച് കൊടുത്തിട്ട് മറ്റേ കൈയുടെ പത്തി കൊണ്ട് പ്രസ് ചെയ്ത് നല്ലതുപോലെ പരിപ്പ് വടയുടെ ആകൃതിയാക്കി എടുക്കാം. ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ കയ്യിൽ നിന്ന് ഇളകി വരും. ഇനി നമുക്ക് എണ്ണ നല്ലതുപോലെ ചൂടായ എണ്ണയിലോട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വശം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇത് തന്നെത്താനെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ ആ വശം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മൂപ്പിക്കാം. അപ്പം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ എല്ലാ പരിപ്പോടെയും ഇങ്ങനെ നമുക്ക് മൊരുമൊര വറുത്തെടുക്കാം. അങ്ങനെ എല്ലാ പരിപ്പോടെയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പോടെയും കട്ടൻ ചായയാണ് കോമ്പിനേഷൻ. ഇത് രണ്ടും ഉണ്ടേൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും എന്നെ കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നല്ല മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയമാണെങ്കിൽ ഇതുപോലെ ഒരു പരിപ്പോടെയും കട്ടൻ ചായയും കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണല്ലേ. നല്ല ആസ്വദിച്ച് നമുക്ക് ആ ഫീലോടെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടമ്പേ അയ്യോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയേ, ആ താഴെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതുകൂടെ മറക്കാതെ ഒന്ന് ചെയ്തേക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ
Till then, everyone, take care. Bye bye.